നവംബർ 6-ന് ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കെ ഇന്ത്യ സഖ്യത്തിന് വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ് ചില BJP വിരുദ്ധ പാർട്ടികൾ. പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടി, അസദുദ്ദീൻ ഒവൈസിയുടെ ഓൾ ഇന്ത്യ മജ്ലിസെ ഇത്തിഹാദുൽ മുജാഹിദീൻ, ഏറ്റവും ഒടുവിൽ ഹേമന്ത് സോറന്റെ ജാർഖണ്ഡ് മുക്തി മോർച്ചയിൽ ബീഹാറിൽ തനിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചത് NDA വിരുദ്ധ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. ഈ മൂന്ന് പാർട്ടികളും എങ്ങനെയാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുക എന്ന് പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ആദ്യം പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടിയുടെ സാന്നിധ്യത്തെക്കുറിച്ച് തന്നെ പരിശോധിക്കാം. ബീഹാറിൽ വലിയ സ്വാധീനമുള്ള നേതാവ് തന്നെയാണ് പ്രശാന്ത് കിഷോർ. ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി രാഷ്ട്രീയ തന്ത്രജ്ഞനായാണ് അദ്ദേഹത്തെ വിലയിരുത്തപ്പെടുന്നത്. നരേന്ദ്രമോദിയെയും നിതീഷ് കുമാറിനെയും എല്ലാം അധികാര കസേരകളിൽ എത്തിക്കുന്നതിൽ പ്രശാന്ത് കിഷോർ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. 2025 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് പ്രശാന്ത് കിഷോർ ജൻസുരാജ് പാർട്ടി എന്ന പേരിൽ പുതിയ പാർട്ടി രൂപീകരിക്കുന്നത്. ബീഹാറിലെ എല്ലാ നിയമസഭാ സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ തേജസ്വി യാദവിനെതിരെ രാഘോപൂരിൽ മത്സരിക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം പിന്മാറുകയായിരുന്നു. പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതലായും പ്രൊഫഷണലുകളാണ് ജൻസുരാജ് പാർട്ടി സ്ഥാനാർത്ഥികളായി നിർത്തുന്നത്. റിട്ടയർഡ് വൈസ് ചാൻസലർ, വിരമിച്ച IPS ഉദ്യോഗസ്ഥൻ, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നുള്ളവർ തുടങ്ങി വൈവിധ്യമാർന്ന സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റാണ് ജൻസുരാജ് പാർട്ടി പുറത്തിറക്കിയിരിക്കുന്നത്. ഡോക്ടേഴ്സും അക്കാദമിക് രംഗത്ത് നിന്നുള്ളവരും ഉൾപ്പെടെ രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്തവരാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ട മഹാഭൂരിഭാഗം പേരും. ഇതോടൊപ്പം തന്നെ ബീഹാറിലെ സവിശേഷ ജാതി സമവാക്യങ്ങളും സ്ഥാനാർത്ഥി നിർണയത്തിൽ ജൻസുരാജ് പാർട്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്. ബീഹാറിലെ എല്ലാ മതജാതി വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യമുള്ള സ്ഥാനാർത്ഥി ലിസ്റ്റാണ് പാർട്ടി പുറത്തുവിട്ടിട്ടുള്ളത്. പ്രധാനമായും 5 വാഗ്ദാനങ്ങളാണ് പ്രശാന്ത് കിഷോർ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്നത്. സ്കൂളുകളിലെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തും, ബീഹാറിലേക്കുള്ള കുടിയേറ്റം തടയുകയും ബീഹാറുകൾക്ക് സംസ്ഥാനത്തിനകത്ത് തന്നെ മിനിമം 10,000 മുതൽ 15,000 വരെ രൂപ മാസ ശമ്പളമുള്ള ജോലി ലഭ്യമാക്കും. അവശത അനുഭവിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് വയോജനങ്ങൾക്ക് 2,000 രൂപ വരെ പ്രതിമാസം പെൻഷൻ നൽകും. സ്ത്രീകളെ സാമ്പത്തിക ശക്തിയാക്കാൻ കഴിയുന്ന പദ്ധതികൾ ആവിഷ്കരിക്കും. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികളിലൂടെ കർഷകർക്ക് സൗജന്യമായി തൊഴിലാളികളെ ലഭ്യമാക്കും എന്നിവയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന വാഗ്ദാനങ്ങൾ. വോട്ടർ സർവേ പ്രകാരം നിതീഷ് കുമാറിനും തേജസ്വി യാദവിനും പിന്നിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന നേതാവായാണ് ബീഹാറുകൾ പ്രശാന്ത് കിഷോറിനെ കാണുന്നത്. 10 മുതൽ 150 സീറ്റുകൾ വരെ വിജയിക്കാനാകുമെന്നാണ് പ്രശാന്ത് കിഷോർ സ്വയം അവകാശപ്പെടുന്നതെങ്കിലും ചുരുക്കം ചില സീറ്റുകളിലെങ്കിലും ജയപരാജയങ്ങൾ നിർണ്ണയിക്കാൻ ഈ പാർട്ടിക്ക് സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ബീഹാറിൽ കാലങ്ങളായി തുടർന്നു വരുന്ന 2 പാർട്ടികൾ അല്ലെങ്കിൽ 2 മുന്നണികൾ തമ്മിലുള്ള മത്സരത്തെ ത്രികോണ മത്സരമായി മാറ്റാൻ ജൻസുരാജ് പാർട്ടിയുടെ സ്വാധീനം കാരണമായിട്ടുണ്ട്. തേജസ്വി യാദവ് മത്സരിക്കുന്ന രാഘോപൂർ, മുഖ്യമന്ത്രി നിതീഷ് കുമാർ മത്സരിക്കുന്ന ഹർനൌട്ട് എന്നിവിടങ്ങളിലാണ് ജൻസുരാജ് പാർട്ടി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇവിടങ്ങളിൽ വിജയിക്കുക എന്നതിലുപരി ഇരു വിഭാഗങ്ങളിലുമുള്ള വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കുക എന്ന് തന്നെയാണ് പാർട്ടിയുടെ ലക്ഷ്യം. 150 സീറ്റുകളിൽ താഴെ മാത്രമാണ് തന്റെ പാർട്ടിക്ക് വിജയിക്കാനാകുന്നതെങ്കിൽ അത് തന്റെ പരാജയമായിരിക്കുമെന്ന് നിതീഷ് കുമാർ ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. 40 മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജൻസുരാജ് പാർട്ടി മത്സരിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നതും ഇവർ തന്നെയാണ്. ഈ നീക്കത്തിലൂടെ സീമാഞ്ചൽ മേഖലയിൽ ഉൾപ്പെടെ മുന്നേറ്റം ഉണ്ടാക്കാനാകുമെന്നും അവർ കരുതുന്നുണ്ട്. JMM-ഉം ഒവൈസിയുടെ പാർട്ടിയും നേടുന്ന വോട്ടുകൾ ഇന്ത്യ സഖ്യത്തെയാണ് ബാധിക്കുക എങ്കിൽ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി നേടുന്ന വോട്ടുകൾ ഒരുപോലെ ഇന്ത്യ സഖ്യത്തെയും NDAയെയും ബാധിക്കും. ഇന്ത്യ സഖ്യത്തിന് ബീഹാറിൽ നേരിട്ട് വെല്ലുവിളി ഉയർത്തുന്ന മറ്റൊരു പാർട്ടി അസദുദ്ദീൻ ഒവൈസിയുടെ ഓൾ ഇന്ത്യ മജ്ലിസെ ഇത്തിഹാദുൽ മുജാഹിദീൻ ആണ്. ചന്ദ്രശേഖർ ആസാദിന്റെ ആസാദ് സമാജ് പാർട്ടി, അപ്ന ജനതാ പാർട്ടി എന്നിവരുമായി ചേർന്ന് മഹാജനാധിപത്യ സഖ്യമായാണ് ഇത്തവണ AIMIM തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 64 സീറ്റുകളിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പിൽ സഖ്യം മത്സരിക്കുന്നത്. ഇതിൽ 35 സീറ്റുകളിൽ AIMIM സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. 2020 തെരഞ്ഞെടുപ്പിൽ 20 സീറ്റുകളിലാണ് പാർട്ടി മത്സരിച്ചിരുന്നത്. ഇതിൽ സീമാഞ്ചൽ മേഖലയിലെ 5 സീറ്റുകളിൽ പാർട്ടി വിജയിക്കുകയും ചെയ്തു. അമോറിൽ നിന്ന് അക്താറുൽ ഇമാൻ, ബെയ്സിൽ നിന്ന് സെയ്ഫ് റുഖനുദ്ദീൻ അഹമ്മദ്, ബഹാദൂർ ഖഞ്ചിൽ നിന്ന് മുഹമ്മദ് അൻസാർ നായിമി, ജോക്കിഹാത്തിൽ നിന്ന് ഷാനവാസ്, കോച്ച്തമാമിൽ നിന്ന് മുഹമ്മദ് ഇസ്ഹാർ ആസിഫ് എന്നിവരാണ് വിജയിച്ചത്. എന്നാൽ വിജയിച്ച 5 MLA-മാരിൽ 4 പേരും പിന്നീട് RJDക്കൊപ്പം ചേർന്നു. അമോറിൽ നിന്നും വിജയിച്ച അക്താറുൽ ഇമാൻ മാത്രമാണ് പാർട്ടിയിൽ ഉറച്ചു നിന്നത്. ഇത്തവണയും ഈ മേഖല കേന്ദ്രീകരിച്ച് തന്നെയാണ് പാർട്ടി പ്രവർത്തിക്കുന്നത്. ഈ സീറ്റുകളിൽ ഇത്തവണയും വിജയിക്കാനാകുമെന്നും പാർട്ടി കണക്ക് കൂട്ടുന്നുണ്ട്. ഇന്ത്യ മുന്നണിയെ പ്രതികൂലമായി ബാധിക്കുന്ന മറ്റൊരു നീക്കം ഉണ്ടായിരിക്കുന്നത് ഹേമന്ത് സോറന്റെ ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ ഭാഗത്തു നിന്നാണ്. ഇന്ത്യ മുന്നണിയുമായുള്ള സീറ്റ് ചർച്ചകളിലുടക്കിയാണ് JMM തനിച്ച് മത്സരിക്കാനുള്ള തീരുമാനമെടുത്തത്. 6 സീറ്റുകളിലാണ് JMM മത്സരിക്കുന്നത്. ചാക്കൈ, താംദഹ, കഠോരിയ, മനിഹാർ, ജാമുയി, പിർപൈന്തി എന്നീ സീറ്റുകളിലാണ് പാർട്ടി തനിച്ച് മത്സരിക്കുക. അതേസമയം സഖ്യത്തിൽ കോൺഗ്രസുമായും RJDയുമായും മാത്രമാണ് JMMന് പ്രശ്നങ്ങളുള്ളത്.
കഴിഞ്ഞ ദിവസങ്ങളിൽ മഹാഗഠബന്ധന്റെ ഭാഗമായി മത്സരിക്കുന്ന CPI സ്ഥാനാർത്ഥിയുടെ പ്രചാരണ പരിപാടിയിൽ ഹേമന്ത് സോറൻ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ജാർഖണ്ഡുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ ഉൾപ്പെടെ 12 സീറ്റുകളാണ് JMM ആവശ്യപ്പെട്ടത്. ഇത് നൽകാനാകില്ല എന്ന് RJD നിലപാടെടുത്തതോടെയാണ് JMM തനിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചത്. 2020 തെരഞ്ഞെടുപ്പിലും JMM 7 സീറ്റുകളിൽ തനിച്ച് മത്സരിച്ചിരുന്നെങ്കിലും ഒരിടത്ത് പോലും വിജയിച്ചില്ല. മാത്രമല്ല എങ്ങും 2ാം സ്ഥാനത്ത് പോലും എത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇവിടെ ചില സീറ്റുകളിലെങ്കിലും BJPയും JDUവും വിജയിക്കാൻ കാരണമായത് JMM വഴി NDA വിരുദ്ധ വോട്ടുകൾ വിഘടിച്ചു പോയതാണ്. പ്രശാന്ത് കിഷോർ പിടിക്കുന്ന വോട്ടുകൾ NDAയെയും ഇന്ത്യ മുന്നണിയും ഒരുപോലെ ബാധിക്കുമെങ്കിലും AIM-IM നേതൃത്വം നൽകുന്ന സഖ്യവും JMM പിടിക്കുന്ന വോട്ടുകളും പ്രധാനമായും ഇന്ത്യ മുന്നണിയെ ആകും ബാധിക്കുക.